ഇന്ന് രാത്രി യേശു വരും. ഇന്ന് രാത്രി യേശു വരുമെന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ തന്നെ എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വിശുദ്ധിയോടെ നിൽക്കണം. നമ്മുടെ ആയുസ്സിൽ ഒരു സെക്കൻഡ് കാഹളനാദം മിന്നി മറയുന്ന, ഒരു കൊല്ലിയാൻ മിന്നി മറയുന്ന അതേ അഘവത്തോടെ കാഹളനാദത്തിൻ്റെ ധ്വനി മുഴങ്ങുമ്പോൾ ഈ മണ്ണിൽ നിന്നൊരു കൂട്ടം പറന്നു പോകാൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് യേശു ക്രിസ്തു വരുമെന്നുള്ളത് ഉറപ്പാണ്. ഈ തലമുറയിൽ വരും. ഈ തലമുറയ്ക്ക് സെമിത്തേരി വേണ്ടി വരില്ല. ഈ തലമുറ കല്ലറയിൽ കിടക്കേണ്ടി വരില്ല. ഈ തലമുറ ശവകുടീരത്തിൽ കിടക്കേണ്ടി വരില്ല. ജീവനോടെ രൂപാന്തരപ്പെടാനുള്ള കൂട്ടമാണ്, സംഘമാണ്. അതുകൊണ്ട് നിരാശ മാറ്റിവെക്ക്. നമ്മുടെ ഈ ആയുസ്സിൽ തന്നെ കർത്താവ് വരും. നമ്മൾ ഈ മണ്ണിൽ നിന്ന് പറന്നുയരും. അടുത്ത കൊല്ലം ഈ കൺവെൻഷൻ കാക്കാമൂല നടത്തുമെന്നല്ല, കർത്താവ് വന്നാൽ ഞങ്ങളുടെ കൺവെൻഷൻ സ്വർഗത്തിലായിരിക്കും. കർത്താവ് വന്നില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവിടെ കാണത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ശല്യം തോന്നുന്നെങ്കിൽ പ്രാർത്ഥിക്ക്, യേശു വരണേന്ന്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആമേൻ. കർത്താവായ യേശുവേ, നീ വേഗം വരണേ. യേശു വന്നാൽ ഞങ്ങളുടെ മേൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിടുതൽ യേശുവിൻ്റെ വരവിലാണ്. ഇന്ന് രാത്രി തിരുവെഴുത്തിൽ പറയുന്ന പദം കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിൻ്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാമോ അവനെ എതിരേൽക്കാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പൊ യേശു വരും എന്ന് പറഞ്ഞു. ആരെ കൊണ്ടുപോവാനാ? അതല്ലേ കാര്യം. ഈ എടുക്കപ്പെടുമെന്ന് പറഞ്ഞു. ആരെ എടുക്കപ്പെടുന്നത്? സഭ. സഭ ഏതാ ഈ സഭ? സഭ എന്ന് പറഞ്ഞാൽ എക്ലീഷ്യ എന്ന പദമാണ്, അല്ലാതെ ഏതെങ്കിലും പെന്തക്കോസ് സഭയൊന്നുമല്ല. ഇവിടെ നമ്മൾ പറയുന്ന സഭകളൊക്കെ ഡിനോമിനേഷൻസാണ്, ഇതൊന്നുമല്ല. സഭ, എക്ലീഷ്യ, ഒരു പ്രത്യേക ഉദ്ദേശത്തിനെ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. എങ്ങനെ? യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് ജലത്തിൽ മുങ്ങി സ്നാനമേറ്റ് രക്ഷാനിർണയം പ്രാപിച്ച് വിശുദ്ധി കാത്ത് സൂക്ഷിക്കുന്ന സംഘമാണ് സഭ. അപ്പോൾ സഭയിൽ അംഗമാകണമെങ്കിൽ ഒറ്റ വഴി, ഒന്നാമത്തെ കാര്യം രക്ഷിക്കപ്പെടുക. യേശു വരുമെന്ന് ഉറപ്പ്, പോണെങ്കിൽ മതി, രക്ഷിക്കപ്പെടണം. ചിലർ പറയുന്നത് രക്ഷിക്കപ്പെട്ടാലേ പോകത്തുള്ളൂ ആളൂ. ചിലർ ചോദ്യം, രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടാൽ കുഴപ്പമുണ്ടോ? ആ, കുഴപ്പമുണ്ട്. അതിന് ഓർഡറുണ്ട്. രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അങ്ങനെ ചെയ്താൽ മതി. അല്ല, ചിലരെ സ്നാനപ്പെട്ടിട്ട് രക്ഷിക്കപ്പെടാനിരിക്കുന്നവരുണ്ട്. അങ്ങനല്ല, സ്നാനപ്പെട്ടില്ല രക്ഷിക്കപ്പെടേണ്ടത്. പാസ്റ്റർ തിരിഞ്ഞു പോയ കുഴപ്പമുണ്ടോ? ഉണ്ടല്ലോ. ആഹാരത്തിന് മുമ്പ് കഴിക്കേണ്ട ഗുളികയുണ്ട്, ആഹാരം കഴിഞ്ഞ് കഴിക്കേണ്ട ഗുളികയുണ്ട്, ആഹാരത്തിൻ്റെ കൂടെ കഴിക്കേണ്ടതുണ്ട്. അതെനിക്ക് ഒന്നിച്ച് കഴിച്ചാൽ കുഴപ്പമുണ്ടോ? ഇല്ലേ, ഉണ്ട്. അതിന് ഓർഡറുണ്ട്. നീ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടാൽ മതി. ചിലർ പറയുന്നത്, ഞാൻ സ്നാനപ്പെട്ടപ്പം എനിക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടത് തലതൊട്ടപ്പനാണ്. തലതൊട്ടപ്പൻ അടുത്തെന്ന് പറഞ്ഞു, ഞാൻ ശത്തനെ തള്ളി യേശുവിനെ സ്വീകരിച്ചു. ആരറിഞ്ഞു? ഈ കുഞ്ഞ് മലക്കിടപ്പേ കിടക്കുന്ന ഇതുവല്ലോ അറിഞ്ഞു. എന്നിട്ട് അതിനെ പിടിച്ച് മുക്കിയില്ല, തളിച്ചു. അതറിഞ്ഞില്ല. അപ്പോൾ ചിലർ പറയാം, അതുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ, വാക്സിൻ എടുത്തായിരുന്നു ഈ കോവിഡിന്? വാക്സിൻ നമ്മളല്ലേ എടുത്ത്, അല്ലാതെ തലതൊട്ടപ്പനായിരുന്നു ആ കുത്തൽ മേടിച്ചത്. വാക്സിൻ എടുക്കുന്നത് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല, എൻ്റെ അങ്കിള് ചെന്ന് ആ വാക്സിൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വരട്ടെ. എടാ, കോവിഡിൻ്റെ വാക്സിൻ പോലും അങ്ങനെ ഏക്കുകയല്ലേ, പിന്നെ സ്വർഗത്തിൽ പോകാനുള്ള രക്ഷ എങ്ങനെ അങ്ങനെ ഒക്കുന്നത്? അതുകൊണ്ട് ഇന്ന് രാത്രി തലതൊട്ടപ്പനല്ല, നീ തന്നെ രക്ഷിക്കപ്പെടണം. ഇനി അടുത്ത ചിലർ ചോദിക്കും, പക്ഷേ അത് കഴിഞ്ഞുള്ള സ്നാനം. ഇനി അതല്ല, പ്രായമൊന്നും പറഞ്ഞിട്ടില്ല, ഇനി കുഞ്ഞാണോ, 3 ആഴ്ചയായുള്ളൂ, അത് പറയണം. യേശുവിനെ രക്ഷിതാവും കർത്താവും ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുത്താം. ഇനി 2 വയസ്സേ ഉള്ളൂ, 2 വയസ്സുള്ളത് പറയണം. യേശു എൻ്റെ രക്ഷകനാണ്, യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഉയർത്തു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയണം. പറഞ്ഞാൽ സ്നാനപ്പെടുത്താം. അല്ലേ, പറഞ്ഞ് കഴിഞ്ഞേ പെടുത്താവൂ, അതതിൻ്റെ കാര്യം. ഇനി എങ്ങനെ പെടുത്തണമെന്ന് ചോദിച്ചാൽ എങ്ങനെ സ്നാനപ്പെടുത്തണം? സ്നാനം ബാപ്റ്റിസം, മാമോദിസ എല്ലാം മുങ്ങിക്കുളിയാണ്. ഇനി കൂടുതൽ വിവരണം വേണമെങ്കിൽ ഡോക്ടർ യുഹാനൻ മെത്രാപ്പോലിത്ത് എഴുതിയൊരു പുസ്തകമുണ്ട്, സ്റ്റഡി ബുക്ക് ഫോർ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, പേജ് 49. വേദപുസ്തകത്തിൽ ശിശുസ്നാനത്തിന് ആധാരമായി സ്പഷ്ടമായ വാക്യമൊന്നുമില്ല. പ്രവർത്തികളുടെ പുസ്തകത്തിൽ ലേഖനങ്ങളിലും പ്രായം ചെന്നവരെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തിയതാണ്. കണ്ടോ? അപ്പോൾ ഇത്രയും കൃത്യമായില്ലേ? രക്ഷിക്കപ്പെടുക, സ്നാനം മുങ്ങി തന്നെയാണ്. അതുകൊണ്ട് മുങ്ങിക്കോണം. ഇത് വരുമ്പോൾ എന്തിനാ ഇത്ര പിണക്കം? ചിലർ പറഞ്ഞു കൊടിക്കീഴെ കൂടെ, ചിലർ പറഞ്ഞു തളിക്കണം, ചിലർ പറഞ്ഞു മുങ്ങണം. ഇത്രയും ഉടക്കെന്തിനാ? ഇതൊരു കുളിയല്ലേ? ചൂട് കൂടിയാൽ കുളിക്കും 2 നേരം, മഴവെള്ളം വന്നാൽ കുളിക്കും, വികാൻഡാറ്റി ചെന്ന് കുളിക്കും, വണ്ടർലായി ചെന്നും കുളിക്കും, ബ്ലാക്ക് തണ്ടറിൽ ചെന്നാലും കുളിക്കും. ഇനി അതല്ല, കടൽ കണ്ടാലും കുളിക്കും, വെള്ളം കണ്ടാലും ഇത്രയും കുളിക്കും, ഒരു മടിയുമില്ല. പിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലൊരു കുളിച്ചാൽ കുഴപ്പമില്ല.
അങ്ങ് മുങ്ങിക്കൂടെ? യേശുവിനോട് ചേരാനാന്നേ. പെന്തക്കോസ്തിൽ യേശുവിനോട് ചേരാൻ. എന്തിനെന്നറിയാമോ? പോകണ്ടേ? യേശു വരുമെന്നുറപ്പാണ്. ഇത് സഭയിൽ ചേരാനല്ല, യേശുവിനോട് ചേരാൻ. നീ ഏത് ജാതിയോ മതമോ വർഗവുമാകട്ടെ, യേശു വരുമ്പോൾ പോകുന്നത് സഭയാ. സഭയിൽ ചേരണോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം ആചരിക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിനോട് കൂടെ പോകാൻ, സ്വർഗത്തിലേക്ക് പോകാൻ ഏക വഴി യേശു മാത്രമാണ്. ഏക വാതിൽ യേശു മാത്രമാണ്. ഏക സത്യം യേശു മാത്രമാണ്. അതുകൊണ്ട് ഏക രക്ഷാമാർഗം യേശു മാത്രമാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട ഏകനാമം. മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റൊരുത്തനും രക്ഷയില്ല, മറ്റൊന്നിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഏകനാമം യേശു മാത്രം. യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇനി യേശു വരും പോകും എന്നുറപ്പാണ്. ഇനി പോയാൽ ഒരാത്മീകൻ കാത്തിരിക്കുന്നത് ഏറ്റവും വലിയ ആശ്വാസം അതാ കേട്ടോ. യേശുക്രിസ്തുവിൻ്റെ വരവാണ് ഒരാത്മീകൻ്റെ ആശ്വാസം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കാൻ. ഏത് വചനത്തെ കൊണ്ട്? യേശു വരുമെന്ന്. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഒത്തുകൂടിയ ആത്മീകൻ പരസ്പരം ആശ്വസിക്കേണ്ടത് കടം മാറുമെന്ന് കേട്ടിട്ടല്ല. ചിലർക്കത് ആശ്വാസം, കടം മാറും. ഇന്ന് നിന്റെ വിടുതല സന്തോഷം. ഇതല്ലെന്നേ, യേശു വരും. അന്നാണ് എൻ്റെ ഏറ്റവും വലിയ വിടുതൽ. യേശു വരുന്നതിൻ്റെ അന്ന് ഈ മണ്ണിൽ നിന്ന് ഞാൻ പറന്നു പോകും. യേശു വരുന്നതിൻ്റെ അന്ന് രോഗാതുരം ഈ ശരീരം ഞാൻ കുടഞ്ഞു കളഞ്ഞിട്ട് തേജസ്സിൽ ഉയർക്കും. യേശു വരുന്നതിൻ്റെ അന്ന് എൻ്റെ ശാപം അവസാനിക്കും. യേശു വരുന്നതിൻ്റെ അന്ന് രോഗമില്ലാത്തടത്തോട്ട് ഞാൻ പോകും. യേശു വരുന്നതിൻ്റെ അന്ന് വാർദ്ധക്യമേശാത്ത ശരീരം ഞാൻ പ്രാപിക്കും. യേശു വരുന്നതിൻ്റെ അന്ന് ഞാൻ എൻ്റെ ശരീരം മഹത്വ ശരീരധാരിയായി ഞാൻ പറന്നു പോകുക. യേശു വരുന്നതിൻ്റെ അന്ന് എൻ്റെ മുറവിളി തീരും. യേശു വരുന്നതിൻ്റെ അന്ന് എൻ്റെ കണ്ണുനീർ തീരും. യേശു വരുന്നതിൻ്റെ അന്ന് കടഭാരം തീരും. യേശു വരുന്നതിൻ്റെ അന്ന് ഒറ്റപ്പെടൽ തീരും. യേശു വരുന്നതിൻ്റെ അന്ന് എൻ്റെ വേദനകൾ മാറും. ഞാൻ പോകുന്നത് കർത്താവിനോട് കൂടെ. ഇന്ന് രാത്രി ഒരു ആത്മീകൻ ആത്മാവിൽ പ്രവചിക്കേണ്ട പ്രവചനമട. പ്രതികൂലത്തെ നോക്കി കരയല്ല, പ്രതികൂലത്തെ നോക്കി ആത്മീകൻ പ്രവചിക്കേണ്ടത്. കടഭാരമേ, അധിക നാളിനി നിനക്കെന്നെ വേട്ടയാടാൻ പറ്റില്ല. യേശു വരുന്നതിൻ്റെ അന്ന് കടഭാരമില്ലാത്തിടത്തോട്ട് ഞാൻ അങ്ങ് പോകാൻ പോകുക. രോഗമേ, അധിക നാൾ നിനക്കെന്നെ വേട്ടയാടാൻ പറ്റില്ല. യേശു വരുന്നതിൻ്റെ അന്ന് ഈ വേദനയില്ലാത്ത തീരത്തേക്ക് ഞാൻ പറന്നു പോകാൻ പോകുക. അതുവരെ മാത്രമായി എൻ്റെ അല്ലൽ, അതുവരെ മാത്രമായി എൻ്റെ അലച്ചിൽ, അതുവരെ മാത്രമേ എൻ്റെ ഉഴൽച്ച, അതുവരെ മാത്രമേ എൻ്റെ വേദന, അതുവരെ മാത്രമാണ് ഞാനിവിടെ ഞരങ്ങുന്നത്. ഇന്ന് രാത്രി പ്രത്യാശയുണ്ടോ? ആ കരം തട്ടി കർത്താവിന് അധരം തുറന്ന് ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങിക്കേ. ഇന്ന് രാത്രി യേശു വരുമെന്നുള്ള ആ പ്രത്യാശയോടെ യേശുവിൻ്റെ വരവിൽ പോകാനുള്ള കൊതിയാ വേണ്ടത്. ഇന്നൊരു കൂട്ടത്തിൻ്റെ കൊതി വേറെന്നാ, എങ്ങനെങ്കിലും നിയമസഭയിൽ പോകണമെന്ന്. നിയമസഭയിലല്ല പോകേണ്ടത്, യേശുവിൻ്റെ വരവിൽ പോകണം. നിയമസഭയിൽ കയറാനുള്ള കൊതി മാറ്റി വെച്ചിട്ട് സ്വർഗത്തിൽ പോകാൻ തയ്യാറായിക്കോണം. കാരണം യേശു വരാറായി. യേശു വരാറായതിൻ്റെ ലക്ഷണമാ നിയമസഭയിൽ കയറാനുള്ള കൊതി, ഇവിടെ ആള് കൂട്ടാനുള്ള കൊതി, ഇതര വഴി തേടാനുള്ള കൊതി, കായിൻ്റെ വഴി തെരഞ്ഞെടുക്കാതെ. യേശു വരും, നമ്മൾ പോകും. അതുകൊണ്ടാണ് കഴിഞ്ഞ തലമുറ പറഞ്ഞത് മാറാനാഥ. ഇത്ര ആവേശമായിരുന്നു അറിയാം. അപ്പോൾ യേശു വരുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന യേശു വരുമെന്നൊക്കെ ഉറപ്പിച്ചു. ഇനി വന്നാൽ എന്തായിരിക്കും? കർത്താവ് പറയുക, ആശ്വസിച്ചോളാൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം. കാരണം എന്താണെന്നറിയാമോ? യേശു വന്നാൽ, അവനോടുകൂടെ ചെന്നാൽ അവിടെ നടക്കാൻ പോകുന്ന കാര്യം ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം തരും. കർത്താവായ യേശുക്രിസ്തുവുമായി ബന്ധം സ്ഥാപിച്ചവർ ഓർക്കണം, കർത്താവായ യേശുക്രിസ്തു വരും, കാഹളം മുഴങ്ങും. ഇതെല്ലാവർക്കും അറിയാം. എല്ലായിടത്തും പറഞ്ഞിട്ട് യേശു വരാറായി, യേശു വരാറായി, യേശു വരാറായി. അത് പറഞ്ഞ് അത്രയും പറഞ്ഞു. ഇനി ഞാൻ ഈ പോകാനിരിക്കുന്നവരോടാണ് പറയുന്നത്. ഈ പുറത്തുള്ളവരറിഞ്ഞാൽ യേശു വരാറായെന്ന്, പോകാനുള്ളത് എങ്ങനെയാണെന്നും പറഞ്ഞു. ഇനി നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമാണ് അറിയാമോ? ഇനി നമ്മളെങ്ങാനും പോയാലേ, എല്ലാവരും പോകുമെന്നല്ല, ആപത്തത്തിലെങ്ങാനും പോയാൽ നീ അവിടെ ചെല്ലുമ്പോഴേ എന്താ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ. നമ്മൾ വിചാരിച്ചത്
എല്ലാവരും അങ്ങനെ പറയും. അവിടെ ചെന്നാൽ പിന്നെ 24 മണിക്കൂർ ആരാധനയാണ്. അതുമാത്രമേ നമുക്കറിയാം. നമ്മളവിടെ ചെന്നാൽ ഉടനെ പാട്ട് തുടങ്ങുന്നു, നമ്മളൊന്ന് നിന്ന് ആരാധിക്കുന്നു. അപ്പം നമ്മുടെ ചിന്ത നമുക്കൊരു പണിയുമില്ല, പിന്നെ ഇവർക്കേ ഉള്ളു പണി. ദൂതന്മാരുടെ കൂടെ നിന്ന്, സറാഫികളുടെ കൂടെ ഇവർ നിന്ന് പാടുന്നു, നമ്മളും എല്ലാം നിന്ന് പാടും. അല്ല, അതിന് മുമ്പ് ഒരുപാട് കാര്യമുണ്ട്. എന്താ അവിടെ കാഹളം മുഴങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം പ്രതിഫലം തരും. എങ്ങനെയാണെന്നറിയാമോ? ഓരോരുത്തന്, അതാ രസം, ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം. ഓരോരുത്തരെന്ന് പറയുമ്പോഴേ ഈ കൺവെൻഷൻ ഇങ്ങനെ ക്രമീകരിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചവരുണ്ട്, മുന്നിൽ വന്നവരുണ്ട്. ഇവിടുത്തെ സംഘാടകരും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ബാഡ്ജിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതിലെ ആ ബാഡ്ജ് കാണുമ്പോൾ അറിയാം ഇവർ ചുമതലക്കാരാ. എന്നാൽ ബാഡ്ജ് കിട്ടാത്ത ചിലതിനെ തിരിപ്പില്ലേ, അവരും ഇതിൻ്റെ എവിടെയൊക്കെയോ ഭാഗമായിരുന്നു. പക്ഷേ വെള്ളി വെളിച്ചത്തിലോ പൊതുരംഗത്തോ ഇല്ല. അതുകൊണ്ട് ഉള്ളിലൊരു നൊമ്പരമുണ്ട്. ഞങ്ങളുടെ പേരൂടെ ഒന്ന് സ്വാഗതത്തിൽ പറഞ്ഞില്ലല്ലോ, പേടിക്കാതെ അതിൻ്റെ പേര് ഇരുന്ന് ഞരങ്ങൊന്നും വേണ്ട. നീ ചെയ്ത ചെറിയ കാര്യം വരെ, അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിന് വരെ അവിടെ പ്രതിഫലം തരാമെന്നൊരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ വരെ അവിടെ പ്രതിഫലമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതാ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കർത്താവിനോട് ബന്ധപ്പെട്ട് ചെയ്തത്, പ്രവർത്തിച്ചത്, ചെലവിട്ടതിനൊക്കെ അവിടെ ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെ റേഞ്ച് എത്ര വലുതായിരിക്കും. റോമാലേഖനം 4:4 ഒരു വാക്യമുണ്ട്. റോമർ 4:4. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. ഇവിടെ കർത്താവിനെ കണ്ടിറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഇതിനൊരു കൂലിയുണ്ട്. ഇത് കൃപയായിട്ടല്ല കടമായിട്ടാ. എന്താണെന്ന് ഒറ്റവാക്കി പറയാം. കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടിറങ്ങിയ ആത്മീയനൊരു കാര്യം അറിയണം. നീ ചെയ്യുന്ന സകല പ്രവൃത്തിക്കും പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളോട് വ്യക്തിപരമായിട്ട് എഴുന്നേറ്റ് നിന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഒന്ന് വർണ്ണിക്കാൻ പറഞ്ഞാൽ കണ്ടമിടറും. കണ്ടനാളമിടറുക മാത്രമല്ല, കണ്ണീർ ചാലികൾ അങ്ങ് കീറി ഒഴുകും. എന്താണെന്നറിയാമോ? ഓർക്കാൻ പറ്റുന്നില്ല. അതല്ലേ ഡിസംബർ 31 രാത്രി എഴുന്നേറ്റ് നിന്ന് കല്ലുപോലുള്ള ഉള്ളമുള്ള വ്യക്തി വരെ നിന്ന് കരഞ്ഞില്ലേ? എന്താണെന്നറിയാമോ? പറഞ്ഞു തീരാത്ത ദാനം. അത് വാക്കും പറഞ്ഞ് നിന്ന് കരഞ്ഞവരാ. പക്ഷെ ഒരു കാര്യം അറിയണം, നമുക്കിവിടെ ദൈവം തന്നതൊക്കെ ഓർത്താൽ താങ്ങാൻ പറ്റാത്തതാ. പക്ഷെ സ്വർഗം പറയുന്നത് ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല, എല്ലാം കടത്തില. ഞാൻ അവർക്ക് കൊടുക്കേണ്ട ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് കൊടുത്തില്ലെന്നാണോ പറയാൻ പറ്റുന്നത്? അർഹതയില്ലാത്തതാ തന്നത്, യാചിക്കാത്തതും ചിന്തിക്കാത്തതുമാ തന്നത്. പക്ഷെ നമുക്കതാ പറയുന്നത്. പക്ഷെ സ്വർഗം പറയുന്നത് കടമാ. ഞാനിതുവരെ കടത്തില്ല. എൻ്റെ കുഞ്ഞെനിക്ക് വേണ്ടി ഇറങ്ങിയതിന് ഞാൻ കൊടുത്തിട്ടില്ല. അർത്ഥം പറഞ്ഞു തരാം. ഇവിടെ ആൺകുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഹൈപ്പർ മാർക്കറ്റിലേക്കോ ഷോപ്പിംഗ് മാളിലേക്കോ കയറിയിട്ടുള്ള സഹോദരിമാർക്കറിയാം അതിൻ്റെ ബന്ധപ്പാട്. പിഞ്ചോമനകളാ. അവൻ ഈ റിമോട്ട് കാറും ഹെലികോപ്റ്ററും ഒക്കെ കാണുമ്പം വെപ്രാളം കയറി കിടന്ന് കരയും. നിങ്ങൾ ഈ കയറിയത് മുഴുവനും ഹെലികോപ്റ്റർ വാങ്ങിക്കാനേ കാണുകയുള്ളൂ. അതുകൊണ്ട് അവിടെ കിടന്ന് കരയുമെന്നറിയാവുന്നത് കൊണ്ട് വിവേകമതികളായ സഹോദരിമാർ ചെയ്യുന്ന കാര്യമുണ്ട്. ചെന്ന് കയറുമ്പോൾ തന്നെ 20 രൂപയുടെ ലോലിപ്പോപ്പ്, പിന്നെ അതിൻ്റെ കൂടെ അപ്പുറത്ത് ഒരു മഞ്ച് 5 രൂപ, അപ്പുറത്തൊരു പെർക്ക് 5, പിന്നെ ഒരു കിറ്റ്കാറ്റൂടെ. അത് കഴിഞ്ഞ് 25 രൂപയുടെ നൂലുള്ളൊരു വണ്ടി പുറകോട്ട് വലിക്ക് മുമ്പോട്ട് പോകും. ഇത്രയും കൊടുത്തിട്ട് പിന്നെ ഇവനായി ട്രോളി ഉന്തുന്നേ. ഇവൻ ഈ ട്രോളി ഉന്തുമ്പം ഇവൻ്റെ ഉത്സാഹം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവന് ബോറടിയാ. വീട്ടിൽ പോകാം. ഇവൻ എങ്ങനെയാലും വീട്ടിൽ ചെന്ന് ഈ നൂല് വലിച്ച് വണ്ടി ഓടിക്കണം. ഇവന് ലോലിപ്പോപ്പ് രുചിച്ച് ഇങ്ങനെ പോവുക. ഇവന് അന്നേരം മമ്മിയോടുള്ള സ്നേഹം വലുതാ. അവൻ പറയുന്നത്, മമ്മി എൻ്റെ പിന്നാലെ മമ്മി ഇത്രയും എന്നെ സ്നേഹിക്കുന്നല്ലോ. അവനെന്നെ സ്നേഹം കൂടി പെട്ടെന്ന് ഇവനങ്ങ് ആവേശഭരിതനാകും വീട്ടിൽ പോകാൻ. ഈ വീട്ടിൽ പോകാൻ ഇവന് ഈ വെപ്രാളം തോന്നുന്നതിൻ്റെ കാര്യം ഇവന് 2 മഞ്ച് കിട്ടിയത് കൊണ്ടാണ്. വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി 2 മഞ്ചും ലോലിപ്പോപ്പും നൂലുള്ളൊരു വണ്ടിയും തന്നപ്പം വീട്ടിൽ പോകാൻ വെപ്രാളം. ഇനി ഈ വെപ്രാളം കാണിക്കും മമ്മി ഊറിച്ചിരിക്കുക. കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തില്ല. ഞാൻ 100 രൂപ ചിലവാക്കി ശല്യമില്ലാതെ കൂടെ വരാൻ വേണ്ടി. 100 രൂപ ചിലവാക്കിയപ്പോൾ ഇവൻ്റെ സ്നേഹം കണ്ടോ?
ഇവൻ അറിയുന്നില്ലല്ലോ ഞാൻ ഒരുക്കി വെച്ച അസറ്റിൽ നിന്നൊന്നും പൊട്ടിച്ചിട്ടില്ല. അസറ്റ് അതുപോലെ ഉണ്ട്. ഈ കിറ്റ്കാറ്റ് കിട്ടിയപ്പോൾ ഇവന് ഇതാ സന്തോഷമെങ്കിൽ അസറ്റെല്ലാം കൂടെ ഞാൻ കൊടുക്കുന്നതിൻ്റെ അന്ന് ഇവൻ്റെ അവസ്ഥ ഉണ്ടായിരിക്കും. പിടികിട്ടുന്നുണ്ടോ? നമ്മെ വീണ്ടെടുത്ത പ്രാണനാഥൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രത്യേകത 1 പത്രോസ് 1:4, 5, 6 വാക്യത്തിൽ പറയുന്നു, അന്ത്യകാലത്തിൽ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്ത അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ അവകാശം ഇവിടല്ല, മറുകരയിൽ. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമുക്ക് വേണ്ടി കരുതി വെച്ച അവകാശം മറുകരയിലാണെങ്കിൽ ഇവിടെ കിട്ടിയതെന്താ? അഡ്വാൻസ് മാത്രമാണെന്ന്. ഒരു ലോലിപ്പോപ്പും കിറ്റ്കാറ്റും 100 വണ്ടിയും കിട്ടി. ഇതിൽ നമ്മൾ വല്ലാതെ കരയുക. സ്വർഗം പറയുന്നത് ഇതെൻ്റെ കൂടെ കൊണ്ടുവരാൻ ഞാൻ ചെയ്തതാ. മറുകരയിൽ ചെല്ലുമ്പോഴാ ഞാൻ ആ കടം വീട്ടുന്നതെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്ക്, കർത്താവിനെ കണ്ടിറങ്ങിയതിൻ്റെ പേരിൽ നിന്നെ ഇതുവരെ അവൻ കൊണ്ടെത്തിച്ചതല്ല വലുത്, ഇതിലും വലുത് മറുകരയിൽ കാത്തിരിപ്പുണ്ട്. ഇവിടെ ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ രോഗം മാറി, ദുഃഖം മാറി, ദുരിതം മാറി, പ്രശ്നം മാറി, ശാപം മാറി, സൗഖ്യം കിട്ടി. ഇതിനേക്കാൾ വലുതാ മറുകരയിൽ നിന്റെ മേൽ വെളിപ്പെടുന്ന അവകാശം. ഓ, ആ വെളിപ്പാടിൽ വേണം ഇന്ന് രാത്രി കർത്താവിനെ സേവിക്കാൻ. അഡ്വാൻസ് കിട്ടിയപ്പോൾ തന്നെ നിലത്തും താഴെയല്ല നമ്മൾ. അഡ്വാൻസ് കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവകാശം വിഭജിക്കുന്ന വേദി എവിടെന്നറിയാമോ? ഇതുപോലെ കോടാകോടി വിശുദ്ധരണിനിരക്കുന്ന പ്രൗഢഗംഭീരമായ വേദിയിൽ ഒതുക്കത്തിൽ പായ്ക്കറ്റ് തരികല്ല, വേദിയിൽ വിളിച്ചു കയറ്റി നിർത്തി അർഹിച്ചാദരവോടെ പ്രതിഫലം തരുന്നൊരു വേദി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ആരും മാനിച്ചില്ലേലും, ആരും ചേർത്ത് പിടിച്ചില്ലേലും, ആരെല്ലാം നിന്നെ ഒതുക്കിയാലും ഒഴിവാക്കിയാലും മാറ്റി നിർത്തിയാലും കുറ്റപ്പെടുത്തിയാലും പതറണ്ട. നിന്റെ പേര് വിളിച്ചാദരിക്കുന്ന ഒരു വേദി ഒരുങ്ങുന്നുണ്ട്. അത് കണ്ടുവേണം യേശുവിനെ സേവിക്കാൻ. സ്തോത്രം. മലാക്കി പ്രവാചക പുസ്തകത്തിൽ 3:17-18 ഒന്ന് പെട്ടെന്ന് വായിക്കണം. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ വീണ്ടും കാണും. എന്താ അവിടെ സംഭവിക്കുന്നത് കണ്ടോ? കർത്താവ് പറയുക, ഞാൻ ആദരിക്കും. എങ്ങനെ? ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്ന പോലെ. ഇവിടെ ആരും ആദരിച്ചില്ലേലും പേടിക്കണ്ട. ഇവിടുത്തെ ആദരവെന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലെ ചിന്ത ഇവിടെ ആദരിച്ചില്ലെന്ന. ഇവിടുത്തെ ആദരവല്ല വലുത്, മറുകരയിലൊരു ആദരവുണ്ട്. ഭൂമിയുടെ വൻകരകളിലെ വിശുദ്ധരിങ്ങനെ അണിനിരക്കുന്ന വലിയ വേദിയിൽ പേര് വിളിച്ച് കയറ്റും. ആ പേര് വിളിച്ച് കയറ്റി നിർത്തിയിട്ടൊരു ആദരവുണ്ട്. അത് മുൻപിൽ കണ്ടോണം. അത് കണ്ടു വേണം ഇവിടെ കർത്താവിനെ സേവിക്കാൻ. അന്ന് നടക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? അവിടെ വ്യത്യാസമാണ് ഇരിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ആ വ്യത്യാസം വീണ്ടും കാണും. ഇവിടെ വ്യത്യാസമില്ലേ? ഇവിടുത്തെ ഈ വ്യത്യാസം പോലെ അവിടെയും വലിയ വ്യത്യാസം. അവിടെ 4 തരത്തിൽ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ആ വ്യത്യാസം പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാലേ, നമ്മുടെ ചിന്ത എന്താണെന്നറിയാമോ? കർത്താവ് വരുന്നു, നമ്മളെല്ലാം ചെല്ലുന്നു, ആദ്യം ചെല്ലുന്ന ഒരു ഫ്രണ്ടിൽ കയറിയിരിക്കുന്നു, പിന്നെ നമ്മളങ്ങ് പാട്ട് തുടങ്ങുന്നു. എല്ലാവരും കൂടെ ഒന്നിച്ചല്ലേ? പ്രശ്നമാവും. ഞാൻ ഒന്നാമത് പ്രശ്നം ഉണ്ടാക്കും. എനിക്കൊരു ചെവിയും കേൾക്കാൻ വയ്യ, ഡ്രില്ല് ചെയ്ത് ഹോൾ ചെയ്ത ചെവി. ഒരു വാക്ക് പറയുമ്പോൾ തലയുടെ ഇവിടെ മുഴുവൻ വേദനയുണ്ട്. ഇതും കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു. അപ്പോൾ പിന്നെ കർത്താവിന് വേണ്ടി ഒരു വിരൽ പോലും അനക്കാത്തവനുണ്ട്. ഞങ്ങൾ എന്നോട് ഒരു കസേരയിൽ അടുത്തടുത്തിരുന്നാൽ ഞാൻ ഉടക്കും. അത് കർത്താവിന് അറിയാവുന്നതുകൊണ്ട് എഴുതി വെച്ചത്. വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? 4 രീതി വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ആ വ്യത്യാസം പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയാമോ? ഇതൊന്നും കൺവെൻഷൻ ആരും പറയുകയല്ല. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്നേലും മനസ്സിലായിക്കണം, അവിടെ ചെന്നാൽ ഫുൾ വ്യത്യാസമാണ്. അല്ലാതെ അവിടെ ചെന്ന് എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുവാണെന്നൊന്നും കരുതണ്ട. അപ്പോൾ അതാണ് ആശ്വസിക്കാനുള്ള വഴി. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം. അപ്പോൾ കർത്താവ് വരുമ്പോൾ ആശ്വസിക്കണ്ടേ?
എന്തോ പറഞ്ഞ് ആശ്വസിക്കുന്നത്? ആശ്വസിക്കാം. അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം തേജസ്സിൻ്റെ വ്യത്യാസമാണ്. 1 കൊരിന്ത്യലേഖനം 15:41 വാക്യമാണ്. സൂര്യന്റെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രവും തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനം അവണ്ണം തന്നെ. അപ്പൊ എന്താണെന്നറിയാമോ, അവിടെ തേജസ്സിന് വ്യത്യാസമാണ്. അതായത് തേജസ്സിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കളറല്ല. നമ്മൾ വിചാരിച്ച എല്ലാവരും ഒരേ കളർ. ഇവിടെ പല കളറല്ലേ, പല കളറിൽ. ആ കളറൊക്കെ പിടിച്ച് നമ്മൾ പല കളറിൽ നിന്ന് ഒന്നാമതേ കറുത്ത് ഡാർക്ക് ഷെയ്ഡ് ഉള്ളവർക്ക് എന്തൊരു പ്രയാസമെന്ന് അറിയാമോ? ഒന്ന് മാറ്റിയെടുക്കാൻ എന്തോരം പ്രയാസപ്പെടുക. പപ്പായ എല്ലാം കൂടെ വാരി മുഖത്തിടുന്നു, ഇതൊന്ന് കുറച്ച് കിട്ടാൻ. പിന്നെ തൈരെല്ലാം കൂടെ വാരിയിടുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആരോ പറഞ്ഞു, പിന്നെ ചന്ദ്രിക വാർത്ത കണ്ടു, ഒരു ഫ്രണ്ട് 5 പേർക്ക് സജസ്റ്റ് ചെയ്യുന്നു. ആണോ? എങ്കിൽ പിന്നെ എനിക്ക് കൊടുത്താ. അങ്ങനെ അതും മേടിച്ചു. ഇങ്ങനെ ഇതെല്ലാം മേടിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? എങ്ങനെയും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അതുപോലെ തന്നെ ഞാൻ പറയുന്നത്, അവിടെ ചെന്നിട്ട് ഈ രക്ഷപ്പെടാൻ ചന്ദ്രികയില്ല. ഇവിടെ ചന്ദ്രികയും പെറാലവലിയും ഒക്കെ കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പപ്പായൊക്കെ പഴുത്തെടുത്ത് ചെയ്യാം. പക്ഷെ അവിടെ ഇതൊന്നുമില്ല. ഇവിടെ തീരുമാനിക്കണം അവിടെ എങ്ങനെ ഇരിക്കണമെന്ന്. മത്തായിയുടെ സുവിശേഷം 13:43 പറയുന്നു, പിതാവിൻ്റെ രാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ നീതിമാന്മാർ സൂര്യനെ പോലിരിക്കും. ഇവിടെ നീതിയോടെ ജീവിക്കണം. കർത്താവിൻ്റെ നീതിയോടെ ഇവിടെ ജീവിച്ചാൽ അവിടെ സൂര്യനെ പോലിരിക്കും. അതാ 1. ഇനി 2, അവിടെ ഗ്ലാബറോട് വേണമെങ്കിൽ ദാനിയേൽ പ്രവചനം 12:2-3 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ. ബുദ്ധിമാൻ സക്കാൾ എന്ന പദമാണ്. ടീച്ചേഴ്സ്, വചനം പഠിപ്പിക്കുന്നവർ. ആരെ കണ്ടാലും വചനം പഠിപ്പിക്കണം. അല്ലാതെ നീ കണ്ടായിരുന്നു മറ്റേ സാധനം, ഇന്നലെ ഒരെണ്ണം ഞാൻ നിനക്ക് ഇന്നലെ വൈറ്റ് ഇട്ട് തന്നായിരുന്നല്ലോ, ഏതാടി ഇന്നലെ വാട്സാപ്പിൽ കിട്ടിയല്ലോ, എനിക്ക് കിട്ടുന്നത് നീ കണ്ടില്ലേ? അത് വാട്സാപ്പിൽ കിട്ടിയതും ഫേസ്ബുക്കിൽ കണ്ടതും എല്ലാം കൂടി ഇട്ട് കളിക്കാതെ നീ 10 വാക്കി വിട്ടുകൂടെ? വചനം പഠിപ്പിക്കേ. വചനം പഠിപ്പിക്കുന്നവൻ ബുദ്ധിമാൻ. അതുകൊണ്ട് ഈ സൺഡേ സ്കൂൾ പഠിപ്പിക്കുക എന്നുള്ള പണി ചെറുതല്ല. ആരെയും കിട്ടിയ 10 പിള്ളേരെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചോണേ. ചിലർ പറയുന്നത്, എന്നെ ഒഴിവാക്കണേ പാസ്റ്റർ, ഈ പ്രാവശ്യം എൻ്റെ കുഞ്ഞെ ആ കളറ് മാറത്തില്ലേ അവിടെ ചെന്നിട്ട്. നീ അവിടെ ചെന്ന് മിന്നൽ വെട്ടിക്കൊണ്ടിരിക്കുന്നതിലും എന്തും നല്ലതാ അത്. അതുകൊണ്ട് ഇന്ന് തീരുമാനമെടുത്തോണം, അവിടെ ചെന്ന് കഴിയുമ്പം വെട്ടവും വെളിച്ചവും വേണമെങ്കിൽ സൺഡേ സ്കൂൾ പഠിപ്പിച്ചു. ഇനി 2, നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ. ഈ നീതിയിലേക്ക് തിരിക്കുക എന്ന് പറഞ്ഞാൽ സുവിശേഷം പറഞ്ഞ് ആത്മാക്കളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ സുവിശേഷം പറഞ്ഞ് ആത്മാക്കളെ നേടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ മുഴുവനും നടക്കുന്ന ഒരു ചർച്ചയുണ്ട്, ഇത് കുറഞ്ഞ പണിയായിട്ടാണ്. ചില വിദ്വാൻമാർക്ക് തോന്നിയത് കുറഞ്ഞ പണിയായി. ഈ പരിശോധമൊക്കെ നടത്തുന്ന അത്ര അങ്ങ് ഒരു കൊച്ചു പണിയത് ചിലർക്ക് അങ്ങ് നാണം തോന്നുന്ന. അതുകൊണ്ടൊരു കാര്യം പറയാം, നാണം തോന്നുന്നവർക്ക് തോന്നിക്കോട്ടെ. ഞാനിവിടെ നിന്ന് വചനപ്രകാരം പറയുന്നത്, മറുകരയിൽ ചൊല്ലുമ്പോൾ സ്റ്റാർ ആകണമെങ്കിൽ സുവിശേഷം പറയണം, സുവിശേഷം പറയണം, ട്രാക്റ്റ് കൊടുക്കണം. അത് ഈ ലോകത്തിൽ ആദായം കിട്ടാത്ത കൊണ്ടാണ് അവർക്കൊക്കെ ഇത് വലിയ കുറച്ച് പണിയായി തോന്നുന്നത്. കാരണം ഇതിന് വലിയ ഒന്നുമില്ല. ഏതിന് ചന്തയിൽ നിന്ന് ഉച്ചഭാഷണോട് പറയുക, അതിന് വലിയൊന്നുമില്ല, അത്ര അറിഞ്ഞാൽ മതി. അതുകൊണ്ട് അതൊരു കുറഞ്ഞ പണിയാണ്. അതുകൊണ്ട് ഈ കുറഞ്ഞ പണിയാണെന്നും പറഞ്ഞ് ഒതുക്കിക്കളയാതെ മറുകര ചെല്ലുമ്പോൾ ഉണ്ടല്ലോ സ്റ്റാർ ആകുമെന്ന. തെരുവിലോ വഴിവക്കിലോ വഴിയോരത്തോ സുവിശേഷം പറയാൻ കിട്ടുന്ന ഒരവസരവും നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്, ചന്തയിലാകട്ടെ, വഴിവക്കിലാകട്ടെ, ബീച്ചിലാകട്ടെ, തെരുവോരത്താകട്ടെ, കടത്തിണ്ണയിലാകട്ടെ, എവിടെ നിന്നും യേശുവിനെ പറഞ്ഞോണം. ഇതിന് മറുപടി ഇവിടല്ല. മറുകരയിൽ ചെല്ലുമ്പോൾ സ്റ്റാർ ആയിരിക്കും, നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ഒരു കൂട്ടം വിശുദ്ധന്മാർ അണിനിരക്കുന്ന വേദിയിൽ കരഘോഷത്തോടെ ആ വേദിയിലേക്ക് കയറ്റുന്നൊരു നാളുണ്ട്. ആരെയെന്നറിയാമോ? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചുമലി കൊടുത്ത സുവിശേഷ സംഘത്തെ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പരസ്യോഗം നടത്തിക്കോണം. ആരും കൂടില്ലെങ്കിൽ കർത്താവുണ്ട് എന്നൊരു ബോധ്യമുണ്ടാകണം.
അതാ പറയുന്നത്, അവർ സുവിശേഷം പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പോയി. നീ സുവിശേഷം പറയുന്നിടത്തെല്ലാം ലോകത്തിൽ ആരുമില്ലെങ്കിൽ യേശുവുണ്ട്. നീ ട്രാക്റ്റ് കൊടുക്കുന്നിടത്ത് കൂടെ ആരുമില്ലെങ്കിലും യേശുവുണ്ട്. നീ ഭവനം കയറി ഇറങ്ങി യേശുവിനെ കുറിച്ച് പറയുമ്പോൾ നിന്നോടൊപ്പം യേശുവുണ്ട്. ഇനി ഇതിന് മറുഭാഗമുണ്ട്. അതാണ് ഇവർക്കൊക്കെ ഇഷ്ടക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പരിശോധന നടക്കുമ്പം തന്നെ ലൈവ് പോകുന്നുണ്ട്. ഈ പരിശോധന നടത്തുന്നത് കൊള്ളാം. ലൈവ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്നത് കൺവെൻഷൻ്റെ ലൈവല്ല, ഉപവാസ പ്രാർത്ഥനയുടെ ലൈവല്ല, ആരാധനയുടെ ലൈവല്ല. പിന്നെന്തോ ലൈവ്? പരസ്യോഗത്തിൻ്റെ ഒരു ലൈവുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ കണ്ടത് കുറേ ചെറുപ്പക്കാരൻ, നല്ല പ്രസംഗം. ഞാൻ അവിടെ നിന്ന് വണ്ടി സ്ലോ ചെയ്ത് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം, ഇവർ പ്രസംഗിക്കുമ്പം തന്നെ ഒരു 3-4 മൊബൈൽ ഇങ്ങനെ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുക ഫേസ്ബുക്കിൽ. അപ്പോഴെനിക്ക് പിടികിട്ടി, ഇതിനൊന്നും കിട്ടപ്പോരില്ല ദൈവത്തിൽ നിന്ന്. അവിടെ അങ്ങ് ഞാൻ മൈൻഡത്ത് പോലുമില്ല. കാര്യം എന്നാണെന്നറിയാമോ? ഇപ്പോൾ ഇവർ പറയുന്നത് എന്നാണെന്നറിയാമോ? എന്നോടൊരാൾ പറഞ്ഞു, പാസ്റ്റേ, അത് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരുപാട് സുവിശേഷം കേൾക്കാത്തൊരിത് കേൾക്കും. എനിക്ക് അന്നേരം ചോദ്യം ഞാൻ പറയാം. അങ്ങനെയാണെങ്കിലേ നീ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ നീ എത്ര അക്രൈസ്തവരുടെ പ്രോഗ്രാം കണ്ടു? ഏതാ മറ്റിതര മതത്തിൻ്റെ പ്രോഗ്രാമില്ലേ? അതൊക്കെ ലൈവ് വരത്തില്ലേ? അതിലൊരെണ്ണമെങ്കിലും നമ്മളിൽ എടുത്ത് കണ്ടോ? അതെന്താ കാണാഞ്ഞേ? അത് കാണാഞ്ഞേ നമുക്കിതിൻ്റെ അതിൻ്റെ ആ ഫ്രണ്ടിലത്തെ തമ്പിനേൽ കാണുമ്പോഴറിയാം ഇത് പെരുന്നാളാണ്, ഉത്സവമാണ്. അതൊന്നും നമ്മൾ കണ്ടില്ല. കാര്യം എന്താ? നമുക്ക് ആ തമ്പിനേൽ കാണുമ്പോഴേ അറിയാം അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ ഈ ഡ്രമ്മും ഒക്കെ പിടിച്ച് നിൽക്കുമ്പോഴേ അവർക്കും അറിയത്തില്ലയോ ഇത് ഈ ഉപദേശി മറ്റേത് പറയാൻ നിൽക്കുകയാണ്. കറക്റ്റല്ലേ? കറക്റ്റാ. നമ്മളിത് ആരെ കളിപ്പിക്കാനപ്പോൾ? ഇവിടെയാണ് മനുഷ്യൻ്റെ മാനം തേടല്ല, മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വല്ലതും നേടാൻ വേണ്ടി ചെയ്യല്ലേ. നീ കർത്താവ് മാനിക്കുമെന്ന രീതിയിൽ ചെയ്യണം. അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ ചെറുപ്പക്കാരെ ഒരു കോരി ഓർത്തോണം. സുവിശേഷം പറയുന്നവരെ നക്ഷത്രത്തെ പോലെ ദൈവം മാനിക്കും, പക്ഷേ അത് നിർവ്യാജമായിരിക്കണം. സന്തോഷമായല്ലോ അല്ലേ? അവിടുത്തെ വ്യത്യാസം തേജസ്സിൻ്റെ വ്യത്യാസം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. എന്തോർത്തപ്പെടാ, ഈ തേജസ്സിൻ്റെ 3 തലം തൻ്റെ അകത്തൂടെ കയറി ഇറങ്ങിയപ്പോൾ ഭക്തൻ പറയുക, എനിക്കെൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നേ ഉള്ളൂ, അവൻ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ തികക്കണമെന്നേ ഉള്ളൂ, എനിക്കവൻ്റെ ഓട്ടം പൂർത്തീകരിക്കണമെന്നേ ഉള്ളൂ, എനിക്കവനെ പിടിക്കണമെന്നേ ഉള്ളൂ. ഇവിടെ മനുഷ്യൻ്റെ മാനം തേടാതെ ഭക്തൻ ഓടാൻ കാര്യം നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ലെന്ന് എണ്ണുക. ഈ സാരമില്ലെന്ന് എണ്ണിയത് എന്താണെന്നറിയാമോ? കോലിനടി കണ്ടു, കപ്പൽ ഛേദം, കടലാപത്ത്, വെള്ളത്തിലാപത്ത്, നദികളുടെ ആപത്ത്, പട്ടിണി, പൈതാകം, ശീതമുഷ്ണം, നഗ്നത, ആപത്ത്, വാള്. ഈ സാധനമെല്ലാം സാരമില്ലെന്ന്. ഒറ്റ കാര്യമുള്ളൂ, നമ്മിൽ വെളിപ്പെടാനുള്ള, അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മേൽ വെളിപ്പെടുന്ന തേജസ്സിൻ്റെ റലം ഓർത്തപ്പം സാരമില്ലെന്ന്. ഇവിടെ നമ്മൾ ഈ വലുതെന്ന് കരുതുന്ന പ്രശ്നം സാരമില്ലെന്ന് എണ്ണാൻ കാര്യം, മറുകരയിൽ എൻ്റെ മേൽ വെളിപ്പെടാൻ പോകുന്ന തേജസ്സിൻ്റെ പ്രഭ ഓർക്കുമ്പോൾ ഞാൻ ഇവിടെ അനുഭവിക്കുന്നതൊന്നും സാരമുള്ള കാര്യമല്ല. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുമ്പോഴേ നീ ആ വെളിപ്പാടോടെ പോകാവൂ. ഇന്നത്തതിൻ്റെ പ്രതികൂലവും പ്രശ്നവും വേദനയും ഒക്കെ നോക്കി ആത്മാവിൽ പ്രവചിക്കേണ്ടത്, ഞാൻ എൻ്റെ കർത്താവിനെ ഇവിടെ സേവിക്കുന്നതിന്, അവനെ ശുശ്രൂഷിക്കുന്നത്, അവൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നതിന് മറുകരയിൽ എൻ്റെ മേൽ പകരുന്ന തേജസ്സിന്റെ ഒരു ഘനമുണ്ട്, ഗ്ലോറിയുടെ ഒരു റലമുണ്ട്. അതെന്റെ മേൽ വെളിപ്പെടുന്നത് ഓർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. രണ്ടാമത്തെ വ്യത്യാസം, ഒന്ന് തേജസ്സിന്റെ വ്യത്യാസം. അപ്പോൾ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ എവിടെ ഇരിക്കും, എങ്ങനെ ഇരിക്കുമെന്നൊക്കെ ഒന്ന് ഓർത്തോണം, കണ്ടോണം. ഇന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ചിലർ നല്ല ഗ്ലാമർ ആയിരിക്കും, ചിലർ ഇവിടുത്തെ അടുത്ത വ്യത്യാസം സ്ഥാനമാനത്തിന് വ്യത്യാസമാണ്. മത്തായി 5:19 ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അടുത്തത്
അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗ്ഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. സ്വർഗത്തിൽ വലിയവനും ചെറിയവനുമുണ്ട്. നമ്മൾ വിചാരിച്ച സ്വർഗത്തിൽ ചെല്ലുമ്പം എല്ലാവരും കൂടെ ഒരേ കസേരയിൽ അടുത്തടുത്തിരുന്ന് നമ്മൾ ആരാധിക്കുക. അങ്ങനല്ലത്. ഭയങ്കര വേർതിരിവാണ്. ഇവിടില്ലയോ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രസ്റ്റി, ജോയിൻറ്റ് സെക്രട്ടറി, ഖജാൻജി, പിന്നെ ഇതിനകത്തെല്ലാം കൂടെ കയറിയിരിക്കാൻ ഒറ്റ കസേരയിലിരിക്കാൻ എന്തോരം തിരക്ക. അതിനുവേണ്ടി അവരിവരെ പറയുന്നു, ഇവരവരെ പറയുന്നു, അവരെല്ലാം കൂടി മറ്റവരെ പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് ഈ കസേര എടുത്ത് മാറ്റിയിട്ട് അവൻ കയറിയിരിക്കുന്നു. എന്തോരം. ഇതുപോലെ തന്നെ അവിടെയും കസേര ഇഷ്ടംപോലെ ഉണ്ട്. വ്യത്യാസം, ഫുൾ വ്യത്യാസം. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴും എനിക്കത് കേട്ടപ്പോഴേ സന്തോഷമായി. അവിടെയും വ്യത്യാസമാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു ആശ്വാസം. എന്താണെന്നറിയാം, അവിടുത്തെ വ്യത്യാസത്തിൻ്റെ ചെറിയ പ്രത്യേകതയുണ്ട്. വ്യത്യാസം നമ്മൾ ഉദ്ദേശിച്ച പോലല്ല, ഈ വചനത്തോട് ബന്ധപ്പെട്ട. ഈ വചനം ഈ ഭൂമിയിൽ എങ്ങനെ ഉപയോഗിച്ചു എന്നതിനനുസരിച്ച് അവിടെ സ്ഥാനമാനം. പിടികിട്ടിയോ? ഇവിടെ ഈ വചനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ഉപയോഗിക്കാനാണ് തന്നിരിക്കുന്നത്. എഴുതിയിരിക്കുന്നുണ്ടോ? ഇത് ഇളച്ച് പഠിപ്പിച്ചാൽ, ഇതഴിച്ചു പഠിപ്പിച്ചാൽ അവിടെ ചെറിയവനായി പോകും. ഇതങ്ങനെ തന്നെ പറഞ്ഞാൽ അവിടെ വലിയവനാകാം. അപ്പൊ സ്വർഗത്തിൽ വലിയവനാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതങ്ങനെ പറയണം, അങ്ങനെ പഠിപ്പിക്കണം. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ദേവസ്വന്മാരെ. നിങ്ങളിത് അങ്ങനെ പഠിപ്പിക്കാൻ നിന്നാൽ ഇവിടെ നിങ്ങളെ വേദിയിലാരും കയറ്റിയല്ല. അതാ കുഴപ്പം. നിങ്ങളിത് അങ്ങനെ പറയാൻ നിന്നാൽ നിങ്ങളുടെ കൂടെ വിശ്വാസി കാണത്തില്ല. ഇതങ്ങനെ പറയാൻ നിന്ന വിശ്വാസികൾക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. നിങ്ങളെ സ്ഥലം മാറ്റും. അവർ നിങ്ങൾക്ക് സ്തോത്രകാഴ്ച തരത്തില്ല. അവർക്ക് നിങ്ങൾക്ക് മാന്യത തരത്തില്ല. അവർക്ക് വേണ്ടത്, ജനത്തിന് വേണ്ടത് ഏതാ അറിയാമോ? മറ്റേ ബ്രദറെ ഒന്ന് വിളിക്കണം. എന്തൊരു ഇതായിരുന്നു അറിയാമോ? ഭയങ്കര കേട്ടിട്ട് മതിയാകത്തില്ല. ഭയങ്കര ആശ്വാസം. മറ്റേ ആ പാസ്റ്റർ വന്നിട്ടൊരു ഇതില്ല. പുള്ളി ഭയങ്കര നമുക്കൊരു സന്തോഷം വരുന്നില്ല. ഇത് ഒരു ഇരുവായ്ത്തലയുള്ള വാളാ. ഇത് സന്തോഷിപ്പിക്കുന്നതല്ല. ഇത് കുത്തും ചെത്തും മുറിക്കും. അതാ കുഴപ്പം. അല്ലാതെ നമ്മൾ വിചാരിച്ച പോലെ ഇതങ്ങ് എപ്പോഴും നമുക്ക് ഈ സന്തോഷം വരണം. നമുക്ക് സന്തോഷം വരുന്ന പറയുന്ന ആളെ നമ്മൾ പ്രസംഗത്തിനടിയിൽ എഴുതും പവർഫുൾ. പിന്നെ അവരുടെ പ്രസംഗത്തിനടി നമ്മൾ അത് സ്റ്റാറ്റസ് ഇട്ട് പറയും ഫയർ ഇമോജിയ. പിന്നെ ആ പ്രസംഗ സ്റ്റാറ്റസ് ഇട്ട് പറയും എല്ലാവരും കേൾക്കേണ്ട സന്ദേശം. പിന്നെ നമ്മൾ വേറെ അതെടുത്തിട്ട് പറയും ഇത് കേൾക്കണം കേട്ടു. ഇത് ഞാനിത് കേട്ടിട്ടങ്ങ് കത്തി. വേറെ ചിലർ പറഞ്ഞു കേൾക്കണം. എന്നോട് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ ഈ സൺഡേ മെസ്സേജ് ഇല്ലായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ കൊണ്ട് ചെന്ന് കയറിയപ്പോഴേ സാന്നിധ്യമായതുകൊണ്ട് മെസ്സേജ് ഇല്ലായിരുന്നു. ഞങ്ങളുടെ ഒരുത്തെ വിറകിയാണ് നിന്നു. അത് 3 മണിക്കൂർ എനിക്ക് പിടികിട്ടി. പുള്ളിയുടെ കുറിപ്പ് പോയി, പ്രസംഗക്കുറിപ്പ് പോയതോടെ പുള്ളി മുഴുവൻ മൈൻഡ് ഔട്ടായി. പുള്ളി ഞെട്ടി നിൽക്കുക. ഇവർ വിചാരിച്ചു സാന്നിധ്യമാണ്. അതിന് ഇവർ വായിച്ചു കൊടുക്കും. ഇവർ വായിച്ചു കൊടുക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ഓർക്കുക. പുള്ളി ഇങ്ങനെ ഇവർ വായിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ ജനത്തിൻ്റെ ചിന്ത സാന്നിധ്യം വന്നു. ഈ വചനം അങ്ങനെ പറയണം. ലേവിയോട് പറയുന്നൊരു പദം എന്താണെന്നറിയോ? ലേവിയോട് പറയുന്ന പദം ഇതാ: മുഖം നോക്കരുത്, യഹോവയുടെ പക്ഷത്തൊക്കെ മാറി നിൽക്കണം. മുഖം നോക്കാതെ ഇത് ഉപയോഗിക്കണം. ദൈവത്തിൻ്റെ വചനം തന്നത് എന്തിനാണെന്നറിയാമോ? സ്വർഗത്തിൽ പോകാൻ ആളെ കൂട്ടാന്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കിയെടുക്കാന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഭക്തന്മാരെ, ഭക്തമതികളെ, വചനം അഴിക്കല്ല്, വചനം ഇളക്കരുത്. ദുഷ്ടനോട് ദുഷ്ടാ നീ മരിക്കുമെന്ന് അങ്ങനെ തന്നെ പറയണം.
ഇവിടെ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു? 2 തരത്തിൽ ഉപയോഗിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 3:13 മുതൽ 15 വരെ 6 രീതിയിൽ ഉപയോഗം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയെന്നറിയാമോ? പണിയുന്നവൻ എങ്ങനെ പണിയുന്നു എന്ന് നോക്കിക്കൊള്ളട്ടെ. മരം, പുല്ല്, വൈക്കോൽ, പിന്നെ പറയുന്നു പൊന്നെ, വെള്ളി, വിലയേറിയ കല്ല്. ഇങ്ങനെ പണി നടക്കുന്നേ. വചനം കൊണ്ട് നിത്യതയ്ക്കാളെ പണിത് കൂട്ടുന്ന പണി 6 രീതിയിലാ. മരം, പുല്ല്, വൈക്കോൽ, അധ്വാനമില്ല, സമീപത്തൊക്കെ തന്നെ കിട്ടും, വലിയ കഷ്ടപ്പാടൊന്നുമില്ല. അടുത്ത പൊന്നും വെള്ളി വിലയേറിയ കല്ല്, ഇത് ഖനനം ചെയ്തെടുക്കുന്നതാണ്. ഇതിന് കഷ്ടപ്പാടുണ്ട്, പ്രയാസമുണ്ട്. ഇത് 2 രീതിയിലാണ്. അപ്പോൾ ഒന്നാമത്തെ പണി എന്ന് പറഞ്ഞാൽ ആ പണി മരം, പുല്ല്, വൈക്കോല. അതെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വൈക്കോലൊക്കെ കൊണ്ടുവരുന്ന വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് നിറഞ്ഞായി വരുന്നത്. തൂക്കമൊന്നും വലുതായിട്ടില്ലെങ്കിലും റോഡ് നിറഞ്ഞായി വരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പണിത പണി 2 പണിക്കാരും ഉണ്ടല്ലോ. വചനം അതുപോലെ പറഞ്ഞാൽ ഇവിടെ മാന്യത കിട്ടത്തില്ല. വചനം ഒന്ന് ചെറിയ രീതിയിൽ അഴിച്ചാൽ മതി. എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ അത്രയും കട്ടിക്ക് പറയരുത്. എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ അത്രയും കട്ടിക്ക് അത്രയും കട്ടി പറയരുത്, അത്ര ഇതായിട്ട് ഇവിടെ അങ്ങനോട് പറയരുത്. ഞാൻ അത്രയും വേണ്ട, അത്രയും അവരത്രയും ഇത് ശാന്തമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്നെനിക്കറിയാം. അപ്പോഴെനിക്ക് പിടികിട്ടി ഇത് അഴിച്ചായി ഇവിടെ പോകുന്നത്. അഴിച്ച് കഴിയുമ്പോൾ ആളം കൂടും, അഴിച്ചാലങ്ങ് നിറയും. അതല്ലേ അഴിച്ചിടത്തൊക്കെ ആൾ കൂടിയിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ പറയും, പിന്നെ ഞങ്ങൾ ചിലതൊന്നും അവിടെ ഞങ്ങൾ പറയത്തില്ല, ചില പ്രസംഗമൊന്നുമില്ല, ചില പാസ്റ്റർമാരെ കയറ്റത്തില്ല, ഞങ്ങൾ പ്രത്യേക ആളുകളെ മാത്രം. അതെന്ന് പറഞ്ഞാൽ ഈ അഴിച്ചു പറയുന്നത് മാത്രമേ വരുള്ളൂ. അങ്ങനെ വരുന്നുണ്ടേ സംഭവിക്കുന്നത് എന്നറിയാമോ? ഇവരവിടെ ചെന്ന് കഴിയുമ്പോഴേ ഈ നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ ദാസനെ ആ വിളിയാ കേൾക്കണ്ടേ. അവിടെ ചെന്ന് ഈ പണിതത് എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ ഭാവനയാണ്. ഒരാളവിടെ നിൽക്കുന്നു, എന്ത് ബ്രദർ എവിടുന്നാ? ഞാൻ കാക്കാമൂലെന്നാണ്. എത്ര പേരുണ്ടായിരുന്നു കൂടെ? 5 കുടുംബം. എത്രയുള്ള 5 കുടുംബം? എത്രയായിട്ട് 5 കുടുംബമുള്ളൂ? അച്ഛാ 5 കുടുംബമുള്ളൂ. അച്ഛൻ്റെ എൻ്റെയോ 1,20,000 ആണോ? 1,20,000. ഒരു എൻ്റെ പേര്, എൻ്റെ റവറൻഡ് ഡോക്ടർ, പിന്നെ BD MTH, പിന്നെ PhD, പിന്നെ ഞാൻ എല്ലാം കൂടെ അപ്പുറത്തോട്ട് എഴുതി വെച്ചു. എന്നിട്ട് ഇങ്ങനെ നിൽക്കുക. എത്ര 1,20,000 കൊണ്ട്. ഇപ്പോൾ കർത്താവ് പറഞ്ഞു 2 പേരും കൂടെ വന്നിട്ടേ, മറ്റേ പുള്ളി ഈ 5 കുടുംബം കൊണ്ട് വന്ന ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കയ്യിലിരിക്കുക 5 കൂടെ, അതായത് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, ഇത്രയേ ഉള്ളൂ, ഒരു പിടിക്കത്തുള്ളതെന്ന്. അതും പിടിച്ച് പാവപ്പെട്ടവൻ പോക്കറ്റിലിട്ട് നിൽക്കുമ്പോൾ മറ്റേ പുള്ളി പറഞ്ഞു എൻ്റെ 1,20,000 വരുക, മരം, പുല്ല്, വൈക്കോല് 7 കണ്ടെയ്നറിലാണ് വരുന്നത്. 7 കണ്ടെയ്നറിൽ വരിക, നിറഞ്ഞു നിൽക്കുക. അപ്പോൾ ഈ മറ്റേ പുള്ളി ഈ 3-5 കുടുംബവും കൊണ്ട് നിൽക്കുക. ഈ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. കർത്താവ് പറഞ്ഞു 2 പേരും കൂടെ തീക്കകത്തോടൊന്ന് കയറാൻ പറഞ്ഞു. ഈ പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും കൊണ്ട് പോയ ആൾ തീ കൂടെ കയറി ഇച്ചിലൂടെ ഒന്ന് മാറ്റായത്. പുള്ളി അവിടെ നിന്ന് അതൊന്ന് നോക്കി ഇത്രയേ ഉള്ളല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ മാറ്റി കണ്ടു നിൽക്കുമ്പം പുറകെ കണ്ടെയ്നറും കൊണ്ട് മറ്റേ മരം, പുല്ല്, വൈക്കോലും കൊണ്ട് കയറി ഇറങ്ങിയിട്ട് ചെറിയ ശബ്ദം കെട്ടി അപ്പുറത്ത് കയറി ഇറങ്ങിയിട്ട് പുള്ളി ചോദിക്കുന്നു ചൂല് കിട്ടുമോ തൂതാന്ന്. ചൂലേ, ഇവൻ്റെ മരവും പുല്ലും വൈക്കോലും എല്ലാം കത്തിയിട്ട് തൂത്തു കൂട്ടുക. പിടികിട്ടിയോ? ഈ വചനം അങ്ങനെ പറഞ്ഞോണേ. ആൾ കുറഞ്ഞാലും സാരമില്ല, ഇതങ്ങനെ അങ്ങ് പറ. ആൾ കൂടെ ചേർത്തില്ലേലും അങ്ങ് പറ ഇതങ്ങനെ. അഭിഷിക്തന്മാരെ അപ്രീസിയേഷൻ കിട്ടിയില്ലെങ്കിലും സ്ഥലം മാറ്റം കിട്ടിയാലും ആരെല്ലാം എതിരായാലും പേടിക്കാതെ ഇത് നീ അങ്ങനെ അങ്ങ് പറ. അതുകൊണ്ട് വേദി പോയെന്ന് പറഞ്ഞ് പതറാതെ, ആളൊഴിവായെന്ന് പറഞ്ഞ് പതറാതെ. നിനക്കൊരുപക്ഷെ കൂടെ നിൽക്കാൻ ആല് കാണത്തില്ല, കൂടെ ചേർത്ത് നിർത്തത്തില്ല, ബന്ധങ്ങൾ കാണത്തില്ല, പൊതുവേദി കാണത്തില്ല, പൊതുരംഗത്ത് കാണത്തില്ല, ഫ്ലെക്സി പേര് കാണത്തില്ല, പടം കാണത്തില്ല, ലൈവിൽ കാണത്തില്ല, വൈറലാകത്തില്ല. പക്ഷെ ഒന്നുണ്ട്, മറുകരയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്നെ വിളിക്കുന്ന വിളിയുണ്ട്, നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ ദാസനേ. യഹോവ ഭക്തന്മാരിൽ ചെറിയവരും വലിയവരുമുണ്ട്. അതുകൊണ്ട് ആ വെളിപ്പാട് ഞാൻ ഒന്നുകൂടെ ഉറപ്പിക്കുക. വെളിപ്പാട് പുസ്തകം 11:18 പറയുന്നു, യഹോവ ഭക്തന്മാരായ ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം കൊടുക്കാനുള്ള നാഴിക വന്നു. പ്രതിഫലം കൊടുക്കുമ്പോൾ ചെറിയവരും വലിയവരുമുണ്ട്. 19:5 യഹോവ ഭക്തന്മാരായ ചെറിയവരും വലിയവരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. സ്വർഗീയ ആരാധനയിൽ ചെറിയവരും വലിയവരുമുണ്ട്. ഇനി 3ാമത്തെ വ്യത്യാസം, കിരീടത്തിന് വ്യത്യാസം. ഒരേ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. പ്രശംസാ കിരീടം,
ആത്മാക്കളെ നേടിയാല. മുമ്പേ പറഞ്ഞത് ചെറിയ പണിയാണെന്നും പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ അവിടെ സ്റ്റാറ്റസും റീലും ഒക്കെ വരും. ശ്രദ്ധിക്കല്ലേ, കിരീടം പോക്ക. അവിടെ കിട്ടുന്ന കിരീടം പ്രശംസാ കിരീടം. അതുകൊണ്ട് 10 പാസ്റ്റർ പണി ചെയ്തില്ലെങ്കിൽ സാരമില്ല, സുവിശേഷം പറഞ്ഞോണം. പ്രശംസാ കിരീടം അവിടെ. അതിൻ പ്രകാരമാണ്. അവിടെ മാത്രമല്ല, നിത്യത മൊത്തം പിന്നെ അങ്ങനെ. ഇവിടെ 1000 ആണ്ട് വരുമ്പോഴും അങ്ങനെ. അതുകൊണ്ട് കിരീടം വേണോ? പ്രശംസാ കിരീടം കിട്ടുന്നത് ആത്മാക്കളെ നേടിയാല. അടുത്തത് സുവിശേഷ വേലയിൽ പങ്കാളിയാകുക. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അഭിഷിക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാക്കളുടെ വിടുതലിന് പ്രാർത്ഥിക്കുക. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നഷ്ടപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ വേലയിൽ പങ്കാളിയായാൽ വാടാത്ത കിരീടം. സ്തോത്രം. ഇനി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചുമല് കൊടുത്താൽ പ്രശംസാ കിരീടം. ഇനി വാടാത്ത കിരീടം. പിന്നെ കൊടുത്തിരിക്കുന്നത് നീതിയുടെ കിരീടം, കർത്താവിൻ്റെ വരവിൽ പ്രിയം വച്ചാൽ. പിന്നെ ഉപദേശിമാർക്ക് കിരീടമുണ്ട്, തേജസ്സിൻ്റെ കിരീടം. അതുകൊണ്ട് ലൈവിലൊക്കെ എന്നെ കേൾക്കുന്ന ഉപദേശിമാരെ, നിങ്ങളും ഉപദേശിമാർക്കെല്ലാം കിട്ടുമെന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ആട്ടിൻകൂട്ടത്തിന് മാതൃകയോടെ നിൽക്കണം. എങ്ങനെ ഈ മാതൃക? ഈ ആട്ടിൻകൂട്ടത്തോട് പറയേണ്ടത് എന്നെ നോക്കാനാ, അല്ലാതെ യേശുവിനെ നോക്കാനൊന്നുമല്ല. നമ്മൾ അത് എളുപ്പമാണ്. യേശുവിനെ നോക്ക്, മാതൃകയാകണം. വിശ്വാസിയോട് പറയണം. പൗലോസ് പറയുന്നുണ്ടോ, എന്നെ അനുകരിക്കണം, ഞാൻ പഠിപ്പിച്ചതുപോലെ ജീവിക്കുന്നവരെ അനുകരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഇടയം പറയണം. ആടിനോട് പറയണം എന്നെ, അല്ലാതെ കറന്നടിക്കുകയല്ല വേണ്ടത്. ആടിനെ കറന്ന് അടിക്കുന്നു. ആടിൻ്റെ പാലില്ലാതെ വരുമ്പോൾ അതിനെ കൊന്നടിക്കുന്നു. ആടിൻ്റെ ഇറച്ചിയും തിന്ന് ആടിൻ്റെ പാലും കുടിച്ച് നീ മാത്രം ആടിനെ എല്ലാം കൂടെ തിന്ന് അവന് കൊളസ്ട്രോൾ കയറിയിരിക്കുക. ഇന്ന് ആടിനെ കൊന്നു തിന്നാതെ യജമാനൻ്റെ ആട്. ഇന്ന് നമ്മളങ്ങ് പറയുക, ആ ഇടയൻ പാലുകൊണ്ടാണ് ജീവിക്കുന്നത്. എവിടെ? അങ്ങനെയാണെങ്കിൽ ഈ ഉടമസ്ഥൻ എന്നാ ഗുണം? പാല് മൊത്തവും നമ്മൾ കുടിക്കുന്നു. എന്നിട്ട് ഉടമസ്ഥനൊരു ഗുണവുമില്ല. അത് പാല് നീ കുടിക്കാനല്ല, നിനക്ക് കൂലി അവൻ തന്നോളും. നീ യജമാനന് വേണ്ടി പാലിച്ചാൽ മതി. പാലിക്കണം. ആടിനെ പാലിക്കാൻ ഏൽപ്പിച്ചത് യജമാനൻ കണക്ക് ചോദിക്കും. കൊന്നു തിന്നല്ലേ, അതിന് വല്ലതും കൊടുത്തിട്ട് നീ കറക്ക്. അത് കൊടുക്കത്തുമില്ല, നീ ഉള്ളതെല്ലാം അടിക്കുന്നു. ആട്ടിൻകൂട്ടത്തിന് മാതൃകയോടെ നിന്നാൽ തേജസ്സിൻ്റെ കിരീടം. ഇനി ജീവകിരീടമുണ്ട് രക്തസാക്ഷിയായാൽ. ഇതാണ് അടുത്ത വ്യത്യാസം. ഇനി 4ാമത്തെ വ്യത്യാസം, പ്രതിഫലത്തിന് വ്യത്യാസം. അത് 9 തരത്തിലാണ്. ഞാൻ അവസാനിപ്പിക്കുക. ഇത്രയും വ്യത്യാസമുള്ള ഒരു മറുകര അവിടെയാണ്. നമ്മൾ ഈ ചെയ്ത ചെറുതിന് വരെ അവിടെ പ്രതിഫലം ഉണ്ടെന്ന് ഇപ്പോൾ പിടികിടിയോ? നമ്മൾ ഈ ചെയ്ത ചെറുതിന് വരെ അവിടെ മറുപടി ഉണ്ടെന്ന്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള ചെറിയൊരു സമയമുള്ളൂ. ഈ സമയം തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഈ കാക്കാമൂല പ്ലസ് കാക്കാമൂലയ്ക്ക് കൂടിയ ക്രൗഡല്ല, കോടാകോടി വിശുദ്ധന്മാർ, ഇന്നലകളിൽ മരിച്ചു മൺമറഞ്ഞവരും ജീവനോടിരിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ ഒരുമിക്കുന്ന വലിയ സംഗമവേദിയിൽ നമ്മുടെ പേര് വിളിച്ച് ചെയ്തതെല്ലാം പറഞ്ഞ് അവിടെ മാനിക്കുന്ന മാന്യത ഓർക്കുമ്പോൾ ഇന്ന് രാത്രി പറയാൻ പറ്റണം, ഇനിയുള്ള നാൾ ആ കർത്താവിന് വേണ്ടി. ഇന്ന് രാത്രി എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ആത്മീയർക്ക് മുൻപിൽ ഒരാഹ്വാനം വെക്കുകയാണ്. എല്ലാത്തിനും പ്രതിഫലമുള്ള വേദിയാണ് വരാൻ പോകുന്നതെങ്കിൽ എന്ത് ചെയ്താൽ ആ പ്രതിഫലം പ്രാപിക്കാമെന്നുള്ള ബോധ്യത്തോടെ വേണം ഇന്ന് രാത്രി ഇവിടുന്ന് മടങ്ങാൻ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് എഴുന്നേൽക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു ആഹ്വാനമാണ് ഇന്ന് രാത്രി എനിക്ക് നടത്താനുള്ളത്. കർത്താവിൻ്റെ സ്നേഹവും കരുതലും അനുഭവിച്ച ആത്മീയരെ, എല്ലാ കണ്ണുകളും അടയട്ടെ. കർത്താവ് വരാൻ പോവുക. കർത്താവ് വന്നാൽ മറുകരയിൽ ഒരു വലിയ മാന്യതയുണ്ട്, ആദരവുണ്ട്. വ്യത്യസ്തമായ നിലയിൽ നമ്മെ അവൻ മാനിക്കും. തേജസ്സിൻ്റെ വ്യത്യാസം,
പ്രതിഫലങ്ങളുടെ വ്യത്യാസം, കിരീടങ്ങളുടെ വ്യത്യാസം, സ്ഥാനമാനങ്ങളുടെ വ്യത്യാസം. അങ്ങനെങ്കിൽ അവിടെ നീ കേൾക്കാൻ പോകുന്ന ശബ്ദമുണ്ടായിരിക്കും: നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ ദാസനെ, നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ ദാസനെ എന്നുള്ള വിളി കേൾക്കുമോ? എല്ലാ കണ്ണുകളും അടയട്ടെ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാൻ കഴിയും? കർത്താവിൻ്റെ ദാസൻ സാൻഫോർഡ് ഓഫ് ബെനറ്റും JP വെബ്സ്റ്ററും ഒരുപാട് വേദികളിൽ കർത്താവിനെ പാടിയവരാണ്. പക്ഷേ അർഹിച്ച മാന്യതയോ പരിഗണനയോ ലഭിക്കാതെ പോയ ഇടങ്ങളിൽ ഒരുപാട് മുറിവുകളുമായി കടന്നുപോയവർ. ഒരു മുറിക്കകത്ത് രണ്ടുപേരും പ്രാർത്ഥനാ നിരതരായിരുന്നു. ലോകം നമ്മെ മാനിച്ചില്ല, ആദരിച്ചില്ല, അർഹിച്ച മാന്യത തന്നില്ല. പക്ഷേ ഈ ലോകം ഇങ്ങനെയാണ് എന്നുള്ള പരസ്പര ആശ്വാസവാക്കിൻ്റെ കൂടെ പറഞ്ഞത്, ഇവിടെ മാനിച്ചില്ലെങ്കിലും മറുകരയിലൊരു മാന്യതയുണ്ട്. അവിടെയാണ് നമ്മുടെ വീട്, പൗരത്വം, അവിടെ നമ്മുടെ പേര്, അവിടെ നമ്മെ മാനിക്കും. ആ നിമിഷം തന്നെ സാൻഫോർഡ് ഓഫ് ബെനറ്റ് വെള്ള പേപ്പറിൽ ഒരു 16 വരി എഴുതിയിട്ട് വയലിൻ വായനക്കാരനായ JP വെബ്സ്റ്ററിന് നീട്ടിക്കൊടുത്തു. അദ്ദേഹം അത് മനോഹരമായി ചിട്ടപ്പെടുത്തി. ശോഭയുള്ളൊരു നാടുണ്ടത്, കാണാമേ ദൂരവിശ്വാസത്താൽ, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്തിൽ. ഇന്ന് രാത്രിയിൽ ആ കോറസ് ചേർന്ന് പാടാൻ പോകുകയാണ്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്തിൽ. ഇന്ന് രാത്രി എത്ര പേരുടെ അകത്ത് ആ ഒരു പ്രത്യാശ നിറയുന്നുണ്ട്? ഇവിടെ ആരും മാനിച്ചില്ലെങ്കിലും പ്രതിഫലം, അർഹിച്ച പ്രതിഫലം തരുന്നൊരിടം ഒരുക്കി വെച്ചിട്ട് പ്രാണനാഥൻ വരാൻ പോകുകയാണ്. ആ പ്രത്യാശയുള്ളവർ ചേർന്ന് ആ കോറസ് ഒന്ന് പാടും.